അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഓരോരുത്തരും ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതയാത്രയിൽ മനുഷ്യന് പല തരം പരീക്ഷണങ്ങൾക്കും വിധേയമാകേണ്ടി വരും. ഇതൊക്കെ അവസാനിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ മരണം സംഭവിക്കുന്നതോടുകൂടിയാണ്. പലപ്പോഴും മനുഷ്യൻ കഷ്ടപ്പെടുന്ന കാലത്ത് വളരെ ഭക്തിയും പ്രാർത്ഥനയും ദുആവും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. പിന്നീട് അതൊക്കെ മാറിക്കിട്ടിയാലോ എല്ലാം മറക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ സമ്പാദിച്ചതാണ് ഇതൊക്കെയെന്ന് പറയും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് 3 ആളുകളെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയ കാര്യമാണ്. ഒരാൾ വെള്ളപ്പാണ്ട് രോഗി, രണ്ടാമൻ കഷണ്ടി, മൂന്നാമത്തെ ആൾ കണ്ണ് കാണാത്ത അന്ധനും. അള്ളാഹു ഇവരെ 3 പേരെയും പരീക്ഷിക്കുകയാണ്. ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ അയക്കുകയാണ്. പാണ്ട് രോഗിയോട് ചോദിച്ചു, താങ്കൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചോദിക്കാം, അത് ഞാൻ സാധിപ്പിച്ചു തരും. പാണ്ട് രോഗി പറഞ്ഞു, ആളുകളൊക്കെ എന്നെ വെറുപ്പോടും അറപ്പോടും കൂടിയാണ് നോക്കാറ്. അതുകൊണ്ട് എൻ്റെ തൊലി ഒന്ന് ഭംഗിയുള്ളതാക്കി തന്നാൽ എങ്കിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനായിരിക്കും. മലക്ക് ആ തൊലിയിൽ തടവുകയും പൂർണ്ണമായി പാണ്ഡുരോഗം മാറുകയും ഭംഗിയുള്ള ശരീരമാകുകയും ചെയ്തു. പിന്നീട് ചോദിച്ചു, മറ്റെന്താണ് താങ്കൾക്ക് വേണ്ടത്? നല്ല ഒരു ഒട്ടകത്തെയും വേണമെന്ന് പറഞ്ഞു. മലക്ക് അതും നൽകിക്കൊണ്ട് രണ്ടാമത് കഷണ്ടിക്കാരൻ്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ആഗ്രഹം? അത് പറഞ്ഞാൽ സാധിപ്പിച്ചു തരാം. ജനങ്ങൾ എന്നെ വെറുക്കുന്നു, കഷണ്ടിക്കാരനെന്ന് വിളിക്കുന്നു. അത് മാറ്റി നല്ല മുടിയുണ്ടായിരുന്നെങ്കിൽ. മലക്ക് അദ്ദേഹത്തെ ഒന്ന് തടവി. തൽക്ഷണം കഷണ്ടി മാറി കോമളനായി. മറ്റെന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പശുവിനെ എനിക്ക് നൽകണം. പശുവിനെയും കൊടുത്തു. കൂടാതെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. മൂന്നാമത് മലക്ക് പോയത് അന്ധനായ ആൾ അടുത്തായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. മലക്ക് ഒന്ന് തടവി. കാഴ്ച കിട്ടി സന്തുഷ്ടനായി. ഇനി എന്ത് വേണം? മലക്ക് അദ്ദേഹത്തിന് ഒരു ആടിനെ കൊടുത്തു. ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോരുത്തർക്കും കിട്ടിയ മൃഗങ്ങൾ പെരുകാൻ തുടങ്ങി. 3 സമ്പന്നരായി. താഴ്വര നിറയെ ഒട്ടകങ്ങളും പശുക്കളും ആളുകളും. പഴയ കഷ്ടപ്പാടുകൾ കടങ്കഥകളായി. പക്ഷേ പരീക്ഷകൾ ആവർത്തിച്ചു. ആ പഴയ മലക്ക് വേഷം മാറി പാണ്ഡുരോഗിയുടെ കോലത്തിൽ ഒന്നാമനെ സമീപിച്ചു. ഞാനൊരു ദരിദ്രനാണ്, യാതൊരു വഴിയുമില്ല. നിങ്ങൾക്ക് സമ്പത്തും സൗന്ദര്യവും ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു ഒട്ടകത്തെ താങ്കൾ നൽകുമോ? പാണ്ഡുരോഗി പറഞ്ഞു, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അതുകൊണ്ട് താങ്കൾ തിരിച്ചു പോകും. വേഷം മാറി വന്ന മലക്ക് പറഞ്ഞു, താങ്കൾ ഒരു പാണ്ഡുരോഗിയായിരുന്നില്ലേ? പരമദരിദ്രനായിരുന്നില്ലേ? അതൊക്കെ താങ്കൾ മറന്നുപോയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്കിതൊക്കെ പരമ്പരാഗതമായി കിട്ടിയതാണ്. ഞങ്ങളുടെ കുടുംബം വളരെ സ്വത്തൊക്കെ ഉള്ള കുടുംബമായിരുന്നു എന്ന്. മലക്ക് പറഞ്ഞു, നീ കളവാണ് പറയുന്നത്. പഴയ സ്ഥാനത്ത് തന്നെ നീ എത്തട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം പാണ്ഡുരോഗിയായി. രണ്ടാമത് മലക്ക് കഷണ്ടിക്കാരൻ്റെ അടുത്ത് പോയി. ഇതേ ചോദ്യം ചോദിച്ചു. കഷണ്ടിക്കാരൻ മറുപടി പറഞ്ഞു, എല്ലാം ഞാൻ നേടിയെടുത്തതാണ്, സമ്പാദിച്ചതാണെന്ന്. വേഷം മാറി വന്ന മലക്ക് ശപിച്ചുകൊണ്ട് ആ കഷണ്ടിക്കാരനെ പഴയ രൂപത്തിലാക്കി. മൂന്നാമത് അദ്ദേഹം പോയത് അന്ധൻ്റെ അടുത്തായിരുന്നു. കണ്ണ് കാണാത്ത ആളായിക്കൊണ്ടായിരുന്നു അന്ധൻ്റെ അടുത്ത് പോയത്. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കണ്ണ് കാണാത്ത ആളാണ്, എനിക്കൊരു ആടിനെ തന്ന് സഹായിക്കുമോ എന്ന്. അപ്പോൾ ആ അള്ളാഹു പരീക്ഷിക്കുന്ന ആ അന്ധൻ പറഞ്ഞു, ഞാൻ താങ്കളെപ്പോലെ ഒരു അന്ധനായിരുന്നു. അള്ളാഹുവാണ് എന്നെ കാഴ്ചയുള്ളവനാക്കിയതും ഒരുപാട് സൗകര്യങ്ങൾ നൽകിയതും. അതുകൊണ്ട് താങ്കൾക്ക് എത്രയാണോ ആടുകൾ വേണ്ടത് അതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മലക്ക് പറഞ്ഞു, എല്ലാം താങ്കൾ വെച്ചുകൊള്ളൂ, അള്ളാഹു താങ്കളെ പരീക്ഷിക്കുകയായിരുന്നു. എല്ലാം ഉണ്ടായപ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തതിൻ്റെ ഒരു കഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത്. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. ആർ അള്ളാഹുവോട് നന്ദി കാണിക്കുന്നുവോ, യഥാർത്ഥത്തിൽ സ്വന്തത്തോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. മറ്റൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഇബ്രാഹിമിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട്.
വൈദ തഅദ്ദന റബ്ബക്കും ലൈൻ ഷക്കർത്തും ലഅസീദന്നക്കും വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹുവിൻ്റെ വിളംബരം. നിങ്ങൾ അള്ളാഹുവോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും. നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാകുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.